ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 24-ാമത്തെ അധ്യായം അതിൽ 52-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ചതുർവിംശോऽധ്യായഃ. മൈത്രേയ ഉവാച. വിജിതാശ്വോധിരാജാസീൽ പൃഥുപുത്ര പൃഥുശ്രവാः യവീയോഭ്യോ ദദാൽ കാഷ്ഠാ ഭ്രാതൃഭ്യോ ഭ്രാതൃവത്സലഃ. ഹര്യക്ഷായാദിശൽ പ്രാചീം ധൂമ്രകേശായ ദക്ഷിണാം പ്രതീചീം മൃഗസംജ്ഞായ തുര്യാം ദ്രവിണസേ വിഭുഃ. അന്തർധാനഗതിം ശക്രാലബ്ധ്വാന്തർധാനസംജ്ഞിതഃ അപത്യത്രയമാധത്താ ശിഖണ്ഡിന്യാം സുസമ്മതം. പാവകപവമാനശ്ച ശുചിരിത്യഗ്നയഃ പുരാ വസിഷ്ഠശാപാദുത്പന്നാഃ പുനര്യോഗഗതിം ഗതാഃ. അന്തർധാനോ നഭസ്വത്യാം ഹവിർധാനമവിന്ദദാ യ ഇന്ദ്രമശ്വഹർത്താരം വിദ്വാനപി ന ജഘ്നിവാൻ. രാജ്ഞാം വൃത്തിം കരാദാനദണ്ഡശുൽക്കാദിദാരുണാം മന്യമാനോ ദീർഘസത്രവ്യാജേന വിസസർജഃ. തത്രാപി ഹംസം പുരുഷം പരമാത്മാനമാത്മദൃക് യജംസ്തം ലോകതാം ആപാ കുശലേന സമാധിന. ഹവിർധാനാദ്ധവിർധാനി വിദുരാസൂദഷട്സുതാൻ ബർഹിഷദം ഗയം ശുക്ലം കൃഷ്ണം സത്യം ജിതവ്രതം. ബർഹിഷത്സു മഹാഭാഗോ ഹാവിർധാനി പ്രജാപതി ക്രിയാകാണ്ഡേഷു നിഷ്ണാതോ യോഗേഷു ച കുരുദ്വഃ. യസ്യേദം ദേവയജനമനുയജ്ഞം വിതന്വതഃ പ്രാചീനാഗ്രൈഃ കുശൈരാസീദാസ്ത്രിതം വസുധാതലം. സാമുദ്രീം ദേവോക്തമുപയേമേഷ തദ്രുതിം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ഫലം കൃതാം പരിക്രമന്തീമുദ്വാഹേ ചഗമേഗ്നിശുകീമിവ. വിബുധാസുരഗന്ധർവമുനിസിദ്ധനരോരഗാഃ വിജിതാഃ സൂര്യയാദിക്ഷു ഗുണയന്തേവ നൂപുരൈഃ. പ്രാചീനബർഹിഷപുത്രാഃ ശതധൃത്യാം ദശാഭവൻ തുല്യനാമവ്രതാഃ സർവേ ധർമ്മസ്നാതാഃ പ്രചേതസഃ. പിത്രാദിഷ്ടാഃ പ്രജാസർഗേ തപസേർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചം തപസ്പതിം. യദുക്തം പഥി ദൃഷ്ടേന ഗിരിശേന പ്രസീദത തദ്ധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഃ. വിദുര ഉവാച. പ്രചേതസാം ഗിരിത്രേണായഥാസീൽപഥി സംഗമഃ യദുതാഹ ഹരപ്രീതസ്തന്നോ ബ്രഹ്മൻ വദാർത്ഥവത്. സംഗമഃ ഖലു വിപ്രശ്രേ ശിവേനേകശരീരിണാം ദുർലഭോ മുനയോ ദധ്യുരസംഗാദിയമഭീപ്സിതം. ആത്മാരാമോപി യസ്ത്വസ്യ ലോകകൽപ്പസ്യ രാധസേഷക്രിയായുക്തോ വിചരതി ഘോരയാ ഭഗവാൻ ഭവഃ. മൈത്രേയ ഉവാച. പ്രചേതസഃ പിതുർവാക്യം ശിരസാദായ സാധവഃ ദിശം പ്രതീചീം പ്രയയുസ്തപസ്യാദൃതചേതസഃ. സമുദ്രമുപവിസ്തീർണമപശ്യൻ സുമഹത്സരഃ മഹന്മനൈവ സ്വച്ഛം പ്രസന്നസലിലാശയം. നീലരക്തോൽപലാംഭോജക്കൽഹാരേന്ദീവരാകരം ഹംസസാരസചക്രാഹ്വ കാരണ്ഡവനികൂജിതം. മത്തഭ്രമരസൗസ്വര്യ ഹൃഷ്ടരോമലതാംഘ്രിപം പത്മകോശരജ്യോതിക്ഷു വിക്ഷിപവനോത്സവം. തർഹ്യേവ സരസസ്തസ്മാൻ നിഷ്ക്രാമന്തം സഹാനുഗം ഉപഗീയമാനമരപ്രവരം വിബുധാനുഗൈഃ. തപ്തഹേമനികായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ്യ പ്രണേമുർജാതകൗതുകാഃ. स तान् प्रपन्नातिहरो भगवान् धर्मवत्सलः धर्मज्ञान् शीलसम्पन्नान् प्रीतानुवाचः. श्रीरुद्र उवाच. यूयं वेदिषदपुत्रा विदितं वश्चिकीर्षितम् अनुग्रहाय भद्रं वा एवं मे दर्शनं कृतं. यः परं ब्रह्मसः साक्षात् त्रिगुणाज्जीवसंज्ञिताद् भगवन्तं वासुदेवं प्रपन्नः स प्रियो हि मे. സ്വധർമ്മനിഷ്ഠ ശതജന്മഭിപുമാൻ വിരിഞ്ചതാമേതി തതഃപരം ഹി മാം അവ്യാകൃതം ഭാഗവതോഥ വൈഷ്ണവം പദം യഥാഹം വിബുധാഃ കലാത്തേ. അഥ ഭാഗവതായൂയം പ്രിയാ
സ്ഥഭഗവാൻ യഥാ നമദ്ഭാഗവതാനാം ച പ്രേയാനന്യോസ്തി കർഹിചിത് ഇദം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ചാപി ശ്രൂയതാം തദ്വദാമിവ. മൈത്രേയ ഉവാച ഇത്യനുക്രോശഹൃദയോ ഭഗവാനാഹതാൻ ശിവ ബദ്ധാഞ്ജലീൻ രാജപുത്രാൻ നാരായണപരോ വചഃ. ശ്രീരുദ്ര ഉവാച ജിതം ത ആത്മവിദ്ധുര്യസ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാ രാധസാരാദ്ധം സർവസ്മാ ആത്മനേ നമഃ. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായാന്തകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനെ നമോ നമോ നിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനെ നമഃ പരമഹംസായ പൂർണ്ണായ നിഭൃതാത്മനെ സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷദേ നമഃ നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ നമ ഊർജൈഷേ ത്രയ്യാഃ പതയേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം നമഃ സർവരസാത്മനെ സർവസത്വാത്മദേഹായ വിശേഷായ സ്ഥവീയസേ നമസ്ത്രൈലോക്യപാലായ സഹ ഊജോബലായ ച അർത്ഥലിംഗായ നഭസേ നമോന്തർബഹിരാത്മനെ നമഃ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ പ്രവൃത്തായ നിവൃത്തായ പിതൃദേവായ കർമ്മണേ നമോ ധർമ്മവിപാകായ മൃത്യവേ ദുഃഖദായ ച നമസ്തേ ആശിഷാമീശമനവേ കാരണാത്മനെ നമോ ധർമായ ബൃഹത്തെ കൃഷ്ണായ ആകുണ്ഠമേധസേ പുരുഷായ പുരാണായ സാംഖ്യയോഗേശ്വരായ ച ശക്തിത്രയസമേതായ മീഢുഷേഹം കൃതാത്മനെ ചേതാകൂതിരൂപായ നമോ വാചോ വിഭൂതയേ ദർശനം നോദിദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയഗുണാഞ്ജനം സ്നിഗ്ധപ്രാവൃഘനശ്യാമം സർവ സൗന്ദര്യസംഗ്രഹം ചാർവായത ചതുർബാഹും സുജാതരുചിരാനനം പത്മഘോഷപലാശാക്ഷം സുന്ദരഭ്രൂസുനാസികം സുദ്വിജം സുകപോലാസ്യം സമകർണവിഭൂഷണം പ്രീതിപ്രഹസിതാപാംഗ അളകൈരുപശോഭിതം രസൽപങ്കജകിഞ്ചൽക്കതുകൂലം മൃഷ്ടകുണ്ടലം സ്ഫുരത്കിരീടവലയഹാരനൂപുരമേഖലം ശംഖചക്രഗദാ പത്മമാലാമണ്യുത്തമർദ്ധിമത് സിംഹസ്കന്ധത്വിഷോ ബിഭ്ര സൗഭഗഗ്രീവകൗസ്തുഭം ശ്രിയാനപായിന്യാക്ഷിപ്ത നികഷാസ്മോരസോല്ലസൽ പൂരരേചകസംവിഘ്നപരിവദ്ഗുദളോദരം പ്രീതിഃ സംക്രാമയദ്വിശ്വം നാഭ്യാവർത്തഗഭീരയാ ശ്യാമശ്രോണ്യധിരോജിഷ്ണുർദുകൂലസ്വർണ്ണ സമചാർവം ഖി ജംഘോരുനിമ്നജാനുസുദർശനം പദാശരൽപത്മപലാശ രോജിഷ നഖദ്യുഭിർനോന്തരഘം വിധുന്വതാ പ്രദർശയസ്വീയമപാസ്ത സാധ്വസം പദം ഗുരോ മാർഗഗുരുസ്തമോജുഷാം. ഈ അടുത്ത ശ്ലോകമാണ് നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ളത്. ഏതദ്രൂപമനുധ്യേയമാത്മശുദ്ധിമഭീപ്സതാം യദ്ഭക്തിയോഗോ ഭയദ സ്വധർമ്മമനുതിഷ്ഠതാം. ഏതദ്രൂപമനുധ്യേയമാത്മശുദ്ധിമഭീപ്സതാം യദ്ഭക്തിയോഗോ ഭയദ സ്വധർമ്മമനുതിഷ്ഠതാം. അങ്ങനെ ആത്മശുദ്ധി ഇച്ഛിക്കുന്നവർ ആത്മശുദ്ധി ഇച്ഛിക്കുന്നവർ ഈ ഭഗവത് സ്വരൂപം ഇപ്പം ഇപ്രകാരം പറഞ്ഞിട്ടുള്ള ആ ഭഗവത് സ്വരൂപത്തെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കേണ്ടതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നവർക്ക് ആ യാതൊരു ഭക്തിയോഗം ആ സംസാരമോചനത്തിന് ഉപയുക്തമാകുന്നു. സ്വധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ആ സംസാരമോചനത്തിന് ആ ഭക്തിയോഗം ഉപയുക്തമാവണമെന്ന് പറയുന്നത്. ഏതദ്രൂപം അനുധ്യേയം, ഇപ്രകാരമുള്ള രൂപത്തെ ധ്യാനം ചെയ്യണം. ആത്മശുദ്ധിമഭീപ്സത, ആത്മശുദ്ധി
വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്രകാരമുള്ള ആ ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കണം. യൽ ഭക്തിയോഗോ അഭയത, ഈ ഭക്തി യോഗം കൊണ്ട് അഭയം കിട്ടും. സ്വധർമാനുതിഷ്ഠതാം, സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് സംസാരമോചനത്തിന് അത് ഉപയുക്തമായിട്ട് തീരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ പദങ്ങൾ. ആത്മശുദ്ധിം മനഃശുദ്ധി, അഭീപ്സതാം ഇച്ഛിക്കുന്നവർ, ഏതത് രൂപം ഈ ഭഗവത് സ്വരൂപം, അനുധ്യേയം ധ്യാനിക്കേണ്ടതാണ്, സ്വധർമ്മം സ്വധർമ്മത്തെ, അനുതിഷ്ഠതാം അനുഷ്ഠിക്കുന്നവർക്ക്, യത് ഭക്തിയോഗ യാതൊരീ ഭക്തിയോഗം, അഭയദ സംസാരമോചനത്തിന് ഉപയുക്തമാണ്. എന്നുകൂടി പറയാം. ആത്മശുദ്ധിം മനഃശുദ്ധി, അഭീപ്സതാം ഇച്ഛിക്കുന്നവര്, ഏതത് രൂപം ഈ ഭഗവത് സ്വരൂപത്തെ, അനുധ്യേയം ധ്യാനിക്കേണ്ടതാണ്, സ്വധർമ്മം സ്വധർമ്മത്തെ, അനുതിഷ്ഠതാം അനുഷ്ഠിക്കുന്നവർക്ക്, യത് ഭക്തിയോഗം യാതൊരീ ഭക്തിയോഗം, അഭയദ സംസാരമോചനത്തിന് ഉപയുക്തമാണ്. ഇതിലത്തെ അന്വയം വന്നിട്ട് ആത്മശുദ്ധിം അഭീപ്സതാം ഏതദ് രൂപം അനുധ്യേയം സ്വധർമ്മം അനുതിഷ്ഠതാം യത് ഭക്തിയോഗ അഭയദഃ എന്നുകൂടി പറയാം. ആത്മശുദ്ധിം അഭീപ്സതാം ഏതദ് രൂപം അനുധ്യേയം സ്വധർമ്മം അനുതിഷ്ഠതാം യത് ഭക്തിയോഗ അഭയദഃ. ആ മനഃശുദ്ധി ഇച്ഛിക്കുന്നവർക്ക് ഈ ഭഗവത് സ്വരൂപം, ഇച്ഛിക്കുന്നവരെ ഈ ഭഗവത് സ്വരൂപം ധ്യാനിക്കേണ്ടതാണ്. ആ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നവർക്ക് ഈ ഭക്തിയോഗം സംസാരമോചനത്തിന് ഉപയുക്തമാണ്. അപ്പോൾ ആത്മാവിൻ്റെ ശുദ്ധിയെ കാക്ഷിക്കുന്നവർ ഈ ഭഗവത് രൂപം ധ്യാനിക്കേണ്ടതാണ്. സ്വധർമ്മനിരതന്മാർക്ക് അഭയത്തെ പ്രദാനം ചെയ്യുന്ന യാതൊന്നോ ഭക്തിയോഗം അതുതന്നെയാണ് ഈ ധ്യാനം. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 53 ശ്ലോകം. ആത്മശുദ്ധി ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്വരൂപം കേവലം ധ്യാനാർഹം ആകണം. അങ്ങനെ സ്വധർമ്മത്തെ ആ ഭഗവാനിൽ അർപ്പിച്ച് അനുഷ്ഠിക്കുന്നവർക്ക് ഈ സ്വരൂപത്തിലുള്ള ഭക്തി അവർക്ക് അഭയം നൽകണു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേഹേന്ദ്രിയാദികളോടും ആ ജീവൻ്റെയും പരിശുദ്ധിയെ ആഗ്രഹിക്കുന്ന ഭക്തന്മാരാൽ ഇപ്രകാരം ഇരിക്കുന്ന അങ്ങയുടെ ആ സ്വരൂപത്തെ നിരന്തരം നമസ്കരിക്കത്തക്കതും ധ്യാനിക്കത്തക്കതും ആകുന്നു. എന്തുകൊണ്ടെന്നാൽ ആ ഭക്തന്മാരുടെ ധർമ്മമായിരിക്കുന്ന ആ സ്തോത്ര നമസ്കാര ധ്യാനാദികളെ ശീലിക്കുന്നതുകൊണ്ട് ആ സംസാരത്തിൽ രണ്ടാമത് പ്രവേശിക്കേണ്ടതായിട്ട് വരുമോ എന്നുള്ള ഭീതി നിശേഷം നശിക്കുന്നു. അഭയദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭയം നശിക്കണു, സംസാര ഭയം നശിക്കണു എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ പറഞ്ഞ എന്താ നോക്കാം. ആത്മശുദ്ധിമിച്ഛതാം ഏതദ് രൂപം, ആത്മശുദ്ധിയെ ഇച്ഛിക്കുന്നവർക്ക് ഈ രൂപം ധ്യേയം, ഈ രൂപമാണ് ധ്യാനിക്കേണ്ടതായിട്ടുള്ളത്. സർവദേഹിനാം ദുർലഭോ, ആ സർവദേഹികൾക്കും ദുർലഭമായിരിക്കുന്ന ഭഗവാൻ ഭക്തിമതാം ലഭ്യ, ആ ഭക്തിയോഗം കൊണ്ട് ഒന്ന് മാത്രം ലഭിക്കുന്നു. ഒന്നുകൂടി നോക്കാം. ആത്മശുദ്ധിമിച്ഛതാം ഏതദ് രൂപം ധ്യേയം, ആത്മശുദ്ധിയെ ഇച്ഛിക്കുന്നവർക്ക് ഈ രൂപം ധ്യാനിക്കേണ്ടതാണ്. ധ്യേയം ധ്യാനാർഹം ആണ് എന്നർത്ഥം. സർവദേഹിനാം ദുർലഭോ, സർവദേഹികൾക്കും ദുർലഭമായിരിക്കുന്ന ഭഗവാൻ ആ ഭക്തിമതാം ലഭ്യ, ഭക്തിയോഗം കൊണ്ട് ലഭിക്കുന്നു. ഇപ്പോഴത്തെ വ്യാഖ്യാനം വന്നിട്ട് ആത്മശുദ്ധിമിച്ഛതാം ഏതദ് രൂപം ധ്യേയം സർവദേഹിനാം ദുർലഭോ ഭവാൻ ഭക്തിമതാം ലഭ്യ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഭവാൻ ഭക്തിമതാ ലഭ്യോ ദുർലഭ സർവദേഹിനാം. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. ഭവാൻ ഭക്തിമതാ ലഭ്യോ ദുർലഭ സർവദേഹിനാം സ്വാരാജ്യസ്യാപ്യഭിമത ഏകാന്തേന ആത്മവിദ്ഗതി.
ഭവാൻ ഭക്തിമതാ ലഭ്യോ ദുർലഭ സർവദേഹിനാം സ്വാരാജ്യസ്യാപ്യഭിമത ഏകാന്തേന ആത്മവിദ്ഗതി. അപ്പോൾ ഭഗവാൻ ആ ഭക്തിയോടുകൂടെയുള്ളവർക്ക് എപ്പോഴും ദുർലഭനായിരിക്കുന്ന ഭഗവാൻ എപ്പോഴും ഈ ഭക്തിയോടുകൂടിയുള്ളവർക്ക് ലഭ്യനാണ്. സർവദേഹിന മറ്റുള്ളവർക്കെല്ലാം അദ്ദേഹം ദുർലഭനാണ്, പ്രയാസമുള്ളവനാണ്. അപ്പോൾ സ്വർഗവാസികൾക്കും സ്വാരാജ്യസ്യ അപി സ്വർഗവാസികൾക്കും അഭിലഷണീയനെങ്കിലും ഏകാന്തത്തിൽ ആത്മജ്ഞാനത്തിൽ ഇരിക്കുന്നവർക്ക് അവർക്ക് മാത്രം പ്രാപ്യനാണ് ആ ഭഗവാൻ എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് സ്വാരാജ്യസ്യാപ്യഭിമത ഏകാന്തേന ആത്മവിദ്ഗതി. അതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭക്തിമത ഭക്തിയോടുകൂടെയുള്ള അവർക്ക് ലഭ്യനാണ്. സർവദേഹിന മറ്റെല്ലാവർക്കും ദുർലഭം ലഭിപ്പാൻ പ്രയാസമുള്ളവനാണ്. സ്വാരാജ്യസ്യ അപി സ്വർഗവാസികൾക്കും അഭിമത അഭിലഷണീയനെങ്കിലും ഏകാന്തതയിൽ ആത്മവിൽഗതി ആത്മജ്ഞാനത്തെ ഇരിക്കുന്നവർക്ക് മാത്രം പ്രാപ്യനാണ് എന്നാണ് പറയുന്നത്. ഇന്നുകൂടി പറയാം. ഭഗവാൻ ഭക്തിമത ഭക്തിയോടുകൂടെയുള്ളവന് ലഭ്യനാണ്. സർവദേഹിനാം മറ്റെല്ലാവർക്കും ദുർലഭ ലഭിപ്പാൻ പ്രയാസമുള്ളവനാണ്. സ്വാരാജ്യസ്യ അപി സ്വർഗവാസികൾക്കും അഭിമത അഭിലഷണീയനെങ്കിലും ഏകാന്തത്തിൽ ആത്മവിദ്ഗതി ആത്മജ്ഞാനത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രം പ്രാപ്യനുമാണ് ആ ഭഗവാൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഭവാൻ ഭക്തിമതാ ലഭ്യ സർവദേഹിനാം ദുർലഭ സ്വാരാജ്യസ്യ അപി അഭിമത ഏകാന്തേന ആത്മവിൽഗതി. എന്നുകൂടി പറയാം. ഭവാൻ ഭക്തിമതാ ലഭ്യ സർവദേഹിനാം ദുർലഭം സ്വാരാജ്യസ്യ അപി അഭിമത ഏകാന്തേന ആത്മവിൽഗതി. ഭഗവാൻ ആ ഭക്തിയോടുകൂടെയുള്ള എല്ലാവർക്കും ലഭ്യനാണ്. ആ മറ്റെല്ലാവർക്കും ദുർലഭനാണ്, ലഭിക്കാൻ പ്രയാസമുള്ളവനാണ്. സ്വർഗവാസികൾക്കും സ്വർഗവാസികൾക്ക് അഭിലഷണീയനെങ്കിലും ആ ഏകാന്തത്തിൽ ആത്മജ്ഞാനത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രം അദ്ദേഹം പ്രാപ്തനാണ് എന്നർത്ഥം. അപ്പോൾ ഈ ധ്യാനം ആ ഭഗവാൻ ഭക്തന്മാർക്ക് മാത്രം ലഭ്യനാണ്, മറ്റുള്ളവർക്കൊന്നും പ്രാപ്യനും അല്ല. സ്വർഗവാസികൾ കൂടി ഭഗവാനെ കാക്ഷിക്കുന്നുവെങ്കിലും ഏകാന്തത്തിൽ ഇരിക്കുന്ന ആത്മജ്ഞാനികൾക്ക് മാത്രം ഗമ്യനാകുന്നു. അപ്പോൾ ആ സർവദേഹികൾക്കും അതിദുർലഭനും സ്വർഗാദി സ്ഥാനം അനുഭവിക്കുന്നവരാൽ പോലും സ്പൃഹണീയനും ആത്മജ്ഞാനികൾക്ക് പരമഗതിയും ആയിരിക്കുന്ന അങ്ങ് പരമഭക്തന്മാരാൽ അനായാസേന പ്രാപ്തനാകുന്നു. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ലഭിപ്പാൻ സാധിക്കാത്തവനാകുന്നുവെങ്കിലും നിന്തിരുവടി ഭക്തന്മാരാൽ പ്രാപ്യനാണ്. സ്വർഗത്തിൽ വസിക്കുന്നവരും നിന്തിരുവടിയെ പൂജ്യനായിട്ട് കരുതുന്നു. എല്ലാറ്റിൽ നിന്നും വിരക്തനായിരിക്കുന്ന ഏകാന്ത ഭക്തനായ ആത്മജ്ഞാനിയും നിന്തിരുവടിയെ ആശ്രയിക്കുന്നവനാകുന്നു. ഇപ്പോഴത്തെ വ്യാഖ്യാനം സർവദേഹിനാം ദുർലഭോ ഭവാൻ ഭക്തിമതാം ലഭ്യ. സർവദേഹികൾക്കും ദുർലഭനായിരിക്കുന്ന ആ ഭഗവാൻ ഭക്തിയുള്ളവർക്ക് ലഭ്യനാണ്. പിന്നെ അതുകൊണ്ട് ഏകാന്ത ഭക്തിയാ ത്വമാരാധ്യ ഏകാന്ത ഭക്തി കൊണ്ട് അങ്ങയെ ആരാധിക്കുന്ന സ്വർഗാദി സുഖം കോ വാഞ്ചേ ആരാധിക്കുന്നവർക്ക് സ്വർഗാദി സുഖങ്ങളൊന്നും അവർ ഇച്ഛിക്കുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് ഏകാന്ത ഭക്തി കൊണ്ട് അങ്ങയെ ആരാധിക്കുന്ന ത്വാമാരാധ്യ ആ ഭക്തന്മാർക്ക് സ്വർഗാദി സുഖം കോ ഇച്ഛേ കോ വാഞ്ചേ സ്വർഗാദി സുഖം ആരാണ് ആഗ്രഹിക്കുന്നത്? വാഞ്ചേ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന അർത്ഥം. ഇപ്പോഴത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് സർവദേഹിനാം ദുർലഭോ ഭവാൻ ഭക്തിമതാം ലഭ്യ ഏകാന്തഭക്തിയാ ത്വാം ആരാധ്യ സ്വർഗാദിസുഖം കോ വാഞ്ചേത് എന്നുള്ളതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 56-ാമത്തെ ശ്ലോകം. ഇങ്ങനെ തൻ്റെ ഉപദേശം ആ ലാഘവ ബുദ്ധിയോടെ എടുത്താൽ ഇവിടെ
55-ാമത്തെ ശ്ലോകമുണ്ട്. തം ദുരാരാധ്യമാരാധ്യ സതാമപി ദുരാപയ ഏകാന്തഭക്തിയാ കോ വാഞ്ചേത് പാദമൂലം വിനാ ബഹിഃ. തം ദുരാരാധ്യമാരാധ്യ സതാമപി ദുരാപയ ഏകാന്തഭക്തിയാ കോ വാഞ്ചേത് പാദമൂലം വിനാ ബഹിഃ. അപ്പോൾ ആ സത്തുക്കൾക്ക് പോലും ആരാധനയ്ക്ക് പ്രയാസം ഉള്ളവനാണ്, ദുരാരാധ്യൻ ആണ്. തം ഭഗവാൻ സത്തുക്കൾക്ക് പോലും ദുരാരാധ്യനാണ്. സതാമപി സത്തുക്കൾ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ ആരാധിക്കുക എന്നുള്ളത് പ്രയാസമുള്ളതാണ്. ദുരാപയ ക്ലേശപൂർണമായിരിക്കുന്ന ഏകാന്തഭക്തിയോടെ ഭജിച്ച് അവിടുത്തെ പാദമൂലത്തെ തൃപ്പാദസന്നിയെ അല്ലാതെ പുറമേ എന്തെങ്കിലും ആരാണ് കാക്ഷിക്കുക? അപ്പോൾ അങ്ങനെയുള്ള അസത്തുക്കളെ അവിടുത്തെ ഏകാന്തഭക്തി മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. ആ പാദമൂലത്തിലുള്ള ഏകാന്തഭക്തി മാത്രമേ ആഗ്രഹിക്കുള്ളൂ. തം ദുരാരാധ്യമാരാധ്യ സദാമപി ദുരാപയ ഏകാന്തഭക്തിയാ കോ വാഞ്ചേൽ. ഏകാന്തഭക്തി ആരാണ് ഇഷ്ടപ്പെടാത്തത്? പാദമൂലം വിനാബഹി. ആ പാദമൂലം ഇല്ലാത്ത ഏകാന്തഭക്തി ആരാണ് ആഗ്രഹിക്കുന്നതെന്നർത്ഥം. സതാം അപി സത്തുക്കൾക്ക് പോലും ദുരാരാധ്യം ആരാധനയ്ക്ക് പ്രയാസമുള്ളവനായിരിക്കുന്ന തം ആ ഭഗവാനെ ദുരാപയ ക്ലേശപൂർണമായിരിക്കുന്ന ഏകാന്തഭക്തിയോടെ ആരാധ്യ ഭജിച്ച് പാദമൂലം വിന അവിടുത്തെ തൃപ്പാദ സന്നിധിയെ അല്ലാതെ ബഹിഹി പുറമേ എന്തെങ്കിലും കഹ ആരാണ് വാഞ്ചേൽ കാക്ഷിക്കുക? അവിടുത്തെ പാദമൂലത്തെ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ, ആഗ്രഹിക്കുകയുള്ളൂ. അല്ലാതെ പുറത്തുള്ള വസ്തുക്കളെ ഒന്നും അവരെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അഭക്തന്മാർ, ഏകാന്തഭക്തിയുള്ളവർ. അപ്പം സതാം അപി സത്തുക്കൾക്ക് പോലും ദുരാരാധ്യം ആരാധനയ്ക്ക് പ്രയാസമുള്ളവനായിരിക്കുന്ന തം ഭഗവാനെ ദുരാപയ ക്ലേശപൂർണമായിരിക്കുന്ന ഏകാന്തഭക്തിയോടെ ആരാധ്യ ഭജിച്ച് പാദമൂലം വിന അവിടുത്തെ ആ തൃപ്പാദ സന്നിധിയെ അല്ലാതെ ബഹിഹി പുറമേ എന്തെങ്കിലും കഹ ആരാണ് വാഞ്ചേത് കാക്ഷിക്കുക? അപ്പം അതിലത്തെ അന്വയം വന്നിട്ട് സതാം അപി ദുരാരാധ്യം തം ദുരാപയ ഏകാന്തഭക്തിയ ആരാധ്യ പാദമൂലം വിനാ ബഹിഹി കഹ വാഞ്ചേത്. എന്നും കൂടി പറയാം. സതാം അപി ദുരാരാധ്യം തം ദുരാപയ ഏകാന്തഭക്തിയ ആരാധ്യ പാദമൂലം വിനാ ബഹിഹി കഹ വാഞ്ചേത്. സത്തുക്കൾക്ക് പോലും ആരാധനയ്ക്ക് പ്രയാസമുള്ളവനായിരിക്കുന്ന ഭഗവാനെ ക്ലേശപൂർണമായിരിക്കുന്ന ഏകാന്തഭക്തിയോടെ ഭജിച്ച് അവിടുത്തെ തൃപ്പാദം സന്നിധിയെ അല്ലാതെ പുറമേ എന്തെങ്കിലും ആരാണ് കാക്ഷിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആത്മജ്ഞാനികൾക്ക് മാത്രം ഗമ്യനാണ് അദ്ദേഹം ഭഗവാൻ. സ്വർഗവാസികൾക്ക് കൂടി ഭഗവാനെ കാക്ഷിക്കുന്നുവെങ്കിലും ഏകാന്തത്തിലിരിക്കുന്ന ആത്മജ്ഞാനികൾക്ക് മാത്രം ഗമ്യനാണ് അദ്ദേഹം. ഭഗവാനെ ആരാധിക്കുക എന്നത് അത്യന്തം ശ്രമകരമായതാണ്. സജ്ജനങ്ങൾക്ക് പോലും കൈവരാൻ ശ്രമമേറിയിരിക്കുന്ന ഏകാന്തഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധ്യമാകൂ. അങ്ങനെ ഇരിക്കെ അവിടുത്തെ ശ്രീപാദങ്ങളെ അല്ലാതെ മറ്റെന്താണ് വിവേകികൾ കാക്ഷിക്കുക? തൻ്റെ ഉപദേശം ലാഘവബുദ്ധിയോടെ എടുത്താൽ ഭഗവത് ദർശനം അസാധ്യമാണെന്ന് വരുത്താനാണ് ഈ ഉപദേശങ്ങൾ ഭഗവാൻ കൊടുക്കുന്നത്. ത്രിമൂർത്തികളിൽ ഒരാളായ ശ്രീ പരമേശ്വരനെ തങ്ങൾക്ക് യാദൃച്ഛികമായി തന്നെ ദർശിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ മഹാവിഷ്ണുവിനെയും വലിയ പ്രയാസം കൂടാതെ സാക്ഷാത്കരിക്കാമെന്ന് ആ പ്രചേതസ്സുകൾ വ്യാമോഹിക്കരുത്. അതത്ര നിഷ്പ്രയാസം സാധ്യമാകുന്ന കാര്യമല്ല എന്ന് ശക്തിയായിരിക്കുന്ന ഭാഷയിൽ ശ്രീരുദ്രൻ ഉപദേശിക്കുകയാണ് ഇവിടെ. അപ്പോൾ എല്ലാവിധ ആ കാംക്ഷകളെയും ഇടിഞ്ഞ് കഷ്ടപ്പെട്ട ആരാധിക്കേണ്ടുന്ന നിന്തിരുവടിയെ സദാചാരതൽപരന്മാർക്ക് കൂടി ലഭിക്കാൻ പ്രയാസം ആയിട്ടുള്ള ആ പരമഭക്തിയോടുകൂടെ ആരാധിച്ചതിൻ്റെ ഫലമായിട്ട് നിന്തിരുവടിയുടെ ആ പാദമൂലത്തെ മാത്രമല്ലാതെ അന്യമായ വിഷയസുഖത്തെ
ഏതൊരു പണ്ഡിതൻ ആഗ്രഹിക്കും. വിചാരശീലനാണെങ്കിൽ ഒരിക്കലും ആഗ്രഹിക്കുന്നത് മാത്രമാകയാൽ വിചാരശീലനാണെങ്കിൽ ഒരിക്കലും ആഗ്രഹിക്കുന്നത് മാത്രമാകയാൽ അങ്ങയുടെ ദർശനം മാത്രം ഞങ്ങൾക്കും നൽകണം. അപ്പോൾ ആരാധനയാൽ എളുപ്പത്തിൽ പ്രാപിക്കാൻ കഴിയാത്ത അങ്ങയെ സത്തുക്കൾക്ക് പോലും കിട്ടുവാൻ ഞെരുക്കമാണ്. അങ്ങനെയുള്ള ഞെരുങ്ങുന്ന ഞങ്ങളെ ഏകാന്തഭക്തിയാൽ ആരാധിച്ച് ഭഗവത്പാദമല്ലാതെ മറ്റൊന്നിനെ ആർ ആഗ്രഹിക്കും എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിലത്തെ ആ വ്യാഖ്യാനം എന്നിട്ട് നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിലെ അതഹ ഏകാന്തഭക്തിയ, അതുകൊണ്ട് ഏകാന്തഭക്തി മൂലം ത്വാമാരാധ്യ, അങ്ങയെ ആരാധിക്കുന്ന സ്വർഗാദിസുഖം, ഭക്തന്മാര് സ്വർഗാദിസുഖത്തെ ആരാണ് ഇച്ഛിക്കുന്നത്? യത് പാദമൂലശരണം പ്രതി കാലോമമായം വശ ഇതി മാനം ന കരോതി. അങ്ങയുടെ പാദമൂലത്തെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നർത്ഥം. അതഹ ഏകാന്തഭക്തിയാ ത്വാം ആരാധ്യ സ്വർഗാദിസുഖം കോ വാഞ്ചേ. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. എത്ര നിർവിഷ്ടമരണം കൃതാന്തോ നാഭിമന്യതേ വിശ്വം വിധ്വംസയൻ വീര്യ ശൗര്യ വിസ്ഫൂർജിത ഭ്രുവ. എത്ര നിർവിഷ്ടമരണം കൃതാന്തോ നാഭിമന്യതേ വിശ്വം വിധ്വംസയൻ വീര്യ ശൗര്യ വിസ്ഫൂർജിത ധ്രുവ. ആ വീര്യശൗര്യ വിസ്ഫൂർജിത ധ്രുവ എന്ന് പറഞ്ഞാൽ വീര്യം ശൗര്യം ഇവ സ്ഫുരിക്കുന്ന പുരികക്കൊടികളോടുകൂടി ലോകമാകമാനം ആ ധ്വംസിക്കുന്നവനായിരിക്കുന്ന ആ അന്തകൻ യാതൊരു ശ്രീപാദത്തിൽ അർപ്പിക്കപ്പെട്ട ആ രക്ഷാധികാരത്തോടു കൂടിയ ഉള്ളവനെ, അങ്ങനെയുള്ള ആ ഭഗവാനെ ആരാണ് സമീപിക്കാത്തത്? വീര്യശൗര്യ എത്ര നിർവിഷ്ടമരണം കൃതാന്തോ നാഭിമന്യതേ വിശ്വം വിധ്വംസേൻ വീര്യ ശൗര്യ വിസ്ഫൂർജിത ഭ്രുവ. വീര്യം ശൗര്യം ഇവ സ്ഫുരിക്കുന്ന പുരികക്കൊടിയോടെ ആ ലോകമാകമാനം ആ ധ്വംസിക്കുന്നവനായിരിക്കുന്ന ആ അന്തകൻ യാതൊരു ശ്രീപാദത്തിൽ അർപ്പിക്കപ്പെട്ട ആ രക്ഷാധികാരത്തോടു കൂടിയവനെ സമീപിക്കുകയേ ഇല്ല. അന്തകൻ പോലും ആ ഭഗവാങ്കൽ ശരണം പ്രാപിച്ചവനെ തനിക്ക് അധീനം എന്ന് കരുതുന്നില്ല എന്നർത്ഥം. അന്തകൻ പോലും ആ ഭഗവാൻ തനിക്ക് അധീനൻ എന്ന് കരുതണില്ല. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കൊണ്ട്. എത്ര നിർവിഷ്ടമരണം കൃതാന്തോ നാഭിമന്യത്തെ വിശ്വം വിധ്വംസയൻ വീര്യശൗര്യ വിസ്ഫൂർജിത ഭ്രുവ. അപ്പോൾ അടുത്ത പദങ്ങൾ നോക്കാം നമുക്ക്. വീര്യശൗര്യ വിസ്ഫൂർജിത ഭ്രുവ, വീര്യം ശൗര്യം ഇവ സ്ഫുരിക്കുന്ന പുരികക്കൊടിയോടെ വിശ്വം ലോകമാകമാനം വിധ്വംസേൻ ധ്വംസിക്കുന്നവനായിരിക്കുന്ന കൃതാന്ത ആ അന്തകൻ എത്ര യാതൊരു ആ ശ്രീപാദത്തിൽ നിർവിഷ്ടം അരണം അർപ്പിക്കപ്പെട്ട രക്ഷാധികാരത്തോടു കൂടിയവനെ, അതായത് ആ ഭഗവാനെ ന അഭിമന്യതേ, ആ അന്തകൻ അങ്ങനെയുള്ള ഭഗവാന്റെ അടുത്തേക്ക് സമീപിക്കുകയേ ഇല്ല അർത്ഥം ആണ് പറഞ്ഞിരിക്കുന്നത്. വീര്യശൗര്യ വിസ്ഫൂർജിത ഭ്രുവ, വീര്യം ശൗര്യം ഇവ സ്ഫുരിക്കുന്ന പുരികക്കൊടിയോടെ വിശ്വം ലോകമാകമാനം വിധ്വംസേൻ ധ്വംസിക്കുന്നവനായിരിക്കുന്ന കൃതാന്ത അന്തകൻ എത്ര യാതൊരു ശ്രീപാദത്തിൽ നിർവിഷ്ടം അരണം അർപ്പിക്കപ്പെട്ട രക്ഷാധികാരത്തോടു കൂടിയവനെ ന അഭിമന്യതേ സമീപിക്കുകയേ ഇല്ല. ഇതിലത്തെ അന്വയം വന്നിട്ട് വീര്യശൗര്യ വിസ്ഫൂർജിത ഭ്രുവ വിശ്വം വിധ്വംസയൻ കൃതാന്ത എത്ര നിർവിഷ്ട അരണം ന അഭിമന്യതേ. എന്നുകൂടി പറയാം. വീര്യശൗര്യ വിസ്ഫൂർജിത ഭ്രുവ
വിശ്വം വിധ്വംസയൻ കൃതാന്തഃ യത്ര നിർവിഷ്ട അരണം ന അഭിമന്യതേ. വീര്യം ശൗര്യം ഇവ സ്ഫുരിക്കുന്ന പുരികക്കൊടിയോടെ ലോകമാകമാനം വിധ്വംസിക്കുന്നവനായിരിക്കുന്ന അന്തകൻ പോലും ആ യാതൊരു ശ്രീപാദത്തിൽ അർപ്പിക്കപ്പെട്ട രക്ഷാധികാരത്തോടു കൂടിയിട്ടുള്ളവനെ ഒരിക്കലും സമീപിക്കുകയില്ല. തൻ്റെ ആ ശൗര്യവീര്യാദികളെ കൊണ്ട് ചലിപ്പിക്കുന്ന ആ പുരികക്കൊടികളാൽ ലോകത്തെ മുഴുവൻ ധ്വംസനം ചെയ്യുവാൻ പ്രാപ്തനായ അന്തകൻ പോലും ഭഗവാങ്കൽ ശരണം പ്രാപിച്ചവനെ തനിക്കധീനൻ എന്ന് കരുതുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്ന അർത്ഥം. ഈ ശ്ലോകത്തിലെ നായകൻ ഉപദേഷ്ടാവായിരിക്കുന്ന ശ്രീരുദ്രനാണ്. തൻ്റെ സംഹാരശക്തി അതിഭയങ്കരമാണ്. പക്ഷേ ആ മഹാവിഷ്ണുവിൻ്റെ ഉപാസകനിൽ അതൊന്നും പരീക്ഷിക്കുക പോലും ചെയ്യില്ല എന്നർത്ഥം. അതാണ് ഇതിൽ പറയുന്നത്. തന്നെ പോലും ജയിക്കാനുള്ള മാർഗമാണ് ആ ശ്രീ പരമേശ്വരൻ ഉപദേശിക്കുന്നത്. അവിടുത്തെ കരുണാതിരേകം വാചാമഗോചരം എന്ന് സമർത്ഥിക്കാം. കൃതാന്തൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ യമധർമ്മൻ എന്നർത്ഥം. കൽപ്പിച്ചാൽ ശ്രീകൃഷ്ണാവതാര കാലത്ത് ഗുരുപുത്രനെ വീണ്ടെടുത്ത ചരിത്രം അനുസ്മരിക്കാം. നിർവിഷ്ടം അരണം എന്ന് ഛേദം, നിവേശിക്കപ്പെട്ട സംരക്ഷണം. നിർവിഷ്ട ശരണം എന്നും പാഠമുണ്ട്. നിർവിഷ്ട മരണം എന്ന് ഒന്നായെടുത്താൽ മരണത്തിൻ്റെ അധീനത, ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചവൻ എന്നർത്ഥം. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ പരമഭക്തന്മാരുടെ ആ സംഘത്തിൻ്റെ ശൗര്യം വീര്യം എന്നിവയാൽ കാലൻ ഒരൊറ്റ പുരികചലനത്താൽ ലോകം മുഴുവൻ നശിപ്പിക്കുന്നവനാണെങ്കിലും അങ്ങയിൽ ആത്മസമർപ്പണം ചെയ്തവനെ തൻ്റെ അടിമയായിട്ട് ഒരിക്കലും കരുതുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്വർഗാദി ലോകങ്ങളെ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ ലോകങ്ങളെല്ലാം നാശത്തിന് അധീനങ്ങളാകുന്നു. ഇന്ദ്രിവടിയെ ആശ്രയിച്ചവൻ മാത്രം നാശത്തിൽ നിന്ന് മുക്തനാകുന്നു. അപ്പോൾ പ്രഭാവത്തെയും ഉത്സാഹത്തെയും സൂചിപ്പിക്കുന്ന പുരികങ്ങളുടെ ആ ചലനമാത്രത്താൽ ലോകത്തെയെല്ലാം നശിപ്പിക്കുവാൻ സമർത്ഥനാകുന്നുവെങ്കിലും അന്തകൻ ഇന്ദ്രിവടിയെ ശരണം പ്രാപിച്ചിരിക്കുന്നവനെ മാത്രം തിരിഞ്ഞു നോക്കുകയില്ല. ഇവൻ എനിക്ക് അധീനനാകുമോ എന്നുള്ള ചിന്ത പോലും അന്തകന് വരികയില്ല. അതിനാൽ നാശഭീതിയില്ലാത്ത ഭഗവത് പാദമൂലത്തെ തന്നെ ഞങ്ങൾ ശരണം പ്രാപിക്കണു. ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. യൽ പാദമൂല ശരണം പ്രതി, അങ്ങയുടെ പാദമൂലത്തിൽ ശരണം പ്രാപിച്ചിരിക്കുന്നവർക്ക് കാലോ മമായം വശ, ആ കാലൻ പോലും എൻ്റെ വശത്തിലാണ്. ഇതിമാനം ന കരോതി, ആ കാലൻ പോലും എൻ്റെ പാദമൂലത്തെ ശരണം പ്രാപിച്ചവൻ തൻ്റെ വശത്തിലാണെന്ന് ഒരിക്കലും മാനിക്കുകയില്ല. യൽ പാദമൂല ശരണം പ്രതി കാലോ മമായം വശ ഇതി മാനം ന കരോതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാലൻ പോലും ഈ ഭഗവാന്റെ ആ പാദമൂലത്തെ ശരണം പ്രാപിച്ച ഭക്തൻ തൻ്റെ വശത്തിന് അധീനനാണെന്നുള്ളത് മാനിക്കുകയില്ല എന്നുള്ളതാണ്. യത് പാദമൂല ശരണം പ്രതി കാലോ മായം വശ ഇതി മാനം ന കരോതി. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 56-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 57-ാമത്തെ ശ്ലോകം. ക്ഷണാർദ്ധേനാപി തുലയേ ന സ്വർഗം നാ പുനർഭവം ഭഗവത് സംഗി സംഗസ്യ മർത്യാനാം കിമുദാശിഷഃ. ക്ഷണാർദ്ധേനാപി തുലയേ ന സ്വർഗം നാ പുനർഭവം ഭഗവത് സംഗി സംഗസ്യ മർത്യാനാം കിമുദാശിഷഃ. ഭഗവത് സംഗി സംഗസ്യ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആശ്രിതരുമായിട്ടുള്ള കൂട്ടുകെട്ടലിൻ്റെ കൂടലിൻ്റെ ക്ഷണാർദ്ധേന അഭി, ഒരു ക്ഷണത്തിൻ്റെ പകുതിയും ആയിട്ട് സ്വർഗമോ അപുനർഭവം മോക്ഷമോ പോലും തുല്യം ആവുകയില്ല, തുല്യപ്പെടുത്താൻ മുതിരില്ല. മർത്യാനാം മൃത്യുധർമ്മമുള്ളവരുടെ അഭിവൃദ്ധിക്ക് സത്സംഗവുമായി താരതമ്യപ്പെടുത്താൻ വേറെ മറ്റൊന്നും ഇല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്ഷണാർദ്ധേനാപി തുലയേ
ന സ്വർഗം നാ പുനർഭവം ഭഗവത് സംഗി മർത്യാനാം കിമുദാശിഷ. ഭഗവത് സംഗി ആ ഭഗവാന്റെ ആശ്രിതരുമായിട്ടുള്ള കൂട്ടുകൂടലിൻ്റെ ക്ഷണാർദ്ധേന അപി ഒരു ക്ഷണത്തിൻ്റെ പകുതിയും ആയിട്ട് സ്വർഗമോ അപുനർഭവം വാ മോക്ഷം പോലുമോ ന തുലയേ തുല്യതപ്പെടുത്താൻ മുതിരുന്നില്ല. മർത്യാനാം മൃത്യുധർമ്മമുള്ളവരുടെ ആശിഷ അഭിവൃദ്ധികൾ കിമുത സത്സംഗവുമായിട്ട് താരതമ്യപ്പെടുത്താൻ വേറെ എന്തുണ്ട് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പം ഭഗവത് സംഗസ്യ ഭഗവാന്റെ ആശ്രിതന്മാരുമായിട്ടുള്ള കൂട്ടുകൂടലിൻ്റെ ക്ഷണാർദ്ധേന അപി ഒരു ക്ഷണത്തിൻ്റെ പകുതിയുമായി സ്വർഗമോ അപുനർഭവം വാ മോക്ഷം പോലുമോ ന തുലയെ തുല്യപ്പെടുത്താൻ മുതിരുന്നില്ല. മർത്യാന മൃത്യുധർമ്മമുള്ളവരുടെ ആശിഷ അഭിവൃദ്ധികൾ കിമുത സത്സംഗവുമായിട്ട് താരതമ്യപ്പെടുത്താൻ എന്തുണ്ട്? അന്വയം വന്നിട്ട് ഭഗവത് സംഗസ്യ ക്ഷണാർദ്ധേന അപി സ്വർഗം അപുനർഭവം വാ ന തുലയേ മർത്യാനാം ആശിഷ കിമുത. ഒന്നുകൂടി പറയാം. ഭഗവത് സംഗസ്യ ക്ഷണാർദ്ധേന അപി സ്വർഗം അപുനർഭവം വാ ന തുലയേ മർത്യാനാം ആശിഷ കിമുത. ഭഗവാന്റെ ആശ്രിതന്മാരുമായിട്ടുള്ള കൂട്ടുകൂടലിൻ്റെ ഒരു ക്ഷണത്തിൻ്റെ പകുതിയുമായിട്ട് സ്വർഗമോ മോക്ഷം പോലുമോ തുല്യതപ്പെടുത്താൻ മുതിരുന്നില്ല. കാരണം മൃത്യുധർമ്മമുള്ളവരുടെ ആ അഭിവൃദ്ധികളെ സത്സംഗവുമായിട്ട് താരതമ്യപ്പെടുത്താൻ വേറെ മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ സ്വർഗസുഖമോ പുനരാവർത്തിരഹിതമായിരിക്കുന്ന മോക്ഷമോ ഒന്നും തന്നെ ആ അരനിമിഷ നേരത്തെ ആ ഭാഗവതോത്തമന്മാരുടെ സംഗമവുമായിട്ട് താരതമ്യപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യൻ കാക്ഷിക്കുന്ന ഭൗതികങ്ങളായിരിക്കുന്ന നേട്ടങ്ങൾ ഭഗവത് ഭക്തന്മാരുടെ സംയോഗത്തോട് ഉപമിക്കേണ്ടത് ഇല്ലെന്ന് പിന്നെ പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സ്വർഗസുഖമോ പുനരാവൃത്തിരഹിതമായിരിക്കുന്ന മോക്ഷമോ ഒന്നും തന്നെ അരനിമിഷ നേരത്തെ ഭാഗവതോത്തമന്മാരുടെ സംഗമവുമായിട്ട് താരതമ്യപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യൻ കാക്ഷിക്കുന്ന ഭൗതികങ്ങളായിരിക്കുന്ന നേട്ടങ്ങൾ ഭഗവത് ഭക്തന്മാരുടെ സംയോഗത്തോട് ഉപമിക്കേണ്ടതില്ലെന്ന് പിന്നെ പറയാനുണ്ടോ? അപ്പോൾ പരമഭക്തന്മാരുടെ ആ സംഘത്തിൻ്റെ അരഞ്ഞൊടിക്കുള്ള സമയത്തെ പോലും ഞാൻ സ്വർഗതുല്യമായിട്ട് കരുതുന്നില്ല. മുക്തിയെ പോലും ക്ഷണനേരത്തെ അസജ്ജന സഹവാസത്തോട് തുല്യമായിട്ട് കരുതുന്നില്ല. അപ്പോൾ പിന്നെ ആ മനുഷ്യരുടെ ക്ഷുദ്രങ്ങളായിരിക്കുന്ന ആശസ്സുകളെ പറ്റിയിട്ട് വേറെ പറയാനുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിവടിയെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് സംസാര ഭീതി ഇല്ലെന്ന് ആ സംഗതി ഇരിക്കട്ടെ. അങ്ങനെ ആ ആശ്രയിച്ചിരിക്കുന്ന ഭക്തജനങ്ങളുടെ സംസർഗം അല്പസമയം സിദ്ധിക്കുന്നുണ്ടായാൽ അതിന് തുല്യമല്ല സ്വർഗസുഖവും എന്ന് വേണ്ട മോക്ഷസുഖവും കൂടെ എന്നു തന്നെ ഞാൻ ഖണ്ഡിച്ചു പറയുന്നു. അങ്ങനെയിരിക്കെ മനുഷ്യലോകസുഖവും അതിന് തുല്യമല്ലെന്ന് പിന്നെ പറയണമെന്നില്ലല്ലോ. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. ഭഗവത് സംഗസ്യ ആ ഭഗവാന്റെ ഭഗവത് സംഘം കൊണ്ടുള്ള ക്ഷണാർദ്ധേനാവി ആ നേട്ടം അരക്ഷണം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വർഗാദപി ന തുലയാമഹേ സ്വർഗത്തിനോ മോക്ഷത്തിനോ അതിനെ തുലനം ചെയ്യാൻ ആവില്ല എന്നാണ് പറഞ്ഞത്. ഭഗവത് സംഗസ്യ ക്ഷണാർദ്ധേനാവി സ്വർഗാധികം ന തുലയാമഹേ. ഭഗവത് സംഘം അരക്ഷണം നേരത്തേക്ക് സംഘം ആ ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള സംഘം അരക്ഷണം നേരത്തേക്ക് ലഭിക്കുകയാണെങ്കിൽ അത് സ്വർഗാദികളെക്കാൾ അല്ലെങ്കിൽ സ്വർഗം മോക്ഷം തുടങ്ങിയത്
അതിനെ ഒന്നിനും ന തുലയാമഹേ, അതിനോട് ഉപമിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഭഗവൽ സംഗിസംഗസ്യ ക്ഷണാർദ്ധേനാഭി സ്വർഗാധികം ന തുലയാമഹേ എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. അടുത്ത ശ്ലോകം വന്നിട്ട് അധാനഘാഘ്രേസ്തവ കീർത്തിതീർത്ഥയോരന്തർബഹിസ്നാന വിധൂതപാത്മനാം ഭൂതേഷ്വനുക്രോശ സുസത്വശീലിനാം സ്യാത് സംഗമോഹുനുഗ്രഹ ഏഷ നസ്തവ. അധാനഘാഘ്രേസ്തവ കീർത്തിതീർത്ഥയോരന്തർബഹിസ്നാന വിധൂതപാത്മനാം ഭൂതേഷ്വനുക്രോശ സത്വശീലിനാം സ്യാത് സംഗമോഹുനുഗ്രഹ ഏഷ നസ്തവ. അതിനാൽ ആ അനഘാംഘ്രേ, ആ പാപരഹിതങ്ങളായിരിക്കുന്ന ആ ശ്രീപാദങ്ങളോട് കൂടിയ അനഘാംഘ്രേ സ്തവ കൂടിയ തവ നിന്തിരുവടിയുടെ ആ കീർത്തിയിലും തീർത്ഥത്തിലും ആ അന്തരത്താലും ബാഹ്യത്താലും സ്നാനം ചെയ്ത് ആ നശിക്കപ്പെട്ട പാപത്തോടു കൂടിയവരും, അതുപോലെ ജീവജാലങ്ങളിൽ ദയയും രാഗദ്വേഷാദിമുക്തമായിരിക്കുന്ന സാത്വിക ചിത്തവൃത്തിയോടും സാത്വിക സ്വഭാവത്തോടുമുള്ളവരുടെ ആ സംസർഗം, അങ്ങനെയുള്ളവരുടെ സംസർഗം ഞങ്ങൾക്കുണ്ടായി വരേണമേ. ഇത്രമാത്രമാണ് അടിയങ്ങൾക്ക് അവിടുത്തെ അനുഗ്രഹമായിട്ട് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അഥാനഘാഘ്രേസ്തവ കീർത്തിതീർത്ഥയോർ അന്തർബഹിസ്നാന വിധൂതപാത്മനാം ഭൂതേഷ്വനുക്രോശ സുസത്വശീലിനാം സ്യാത് സംഗമോനുഗ്രഹ ഏഷ നസ്തവ. അതുകൊണ്ട് ആ പാപരഹിതങ്ങളായിരിക്കുന്ന ശ്രീപാദങ്ങളോടുകൂടിയ ഇന്ദിരുവടിയുടെ ആ കീർത്തി, അതുപോലെ അങ്ങയുടെ ആ തീർത്ഥം, ഇവയിൽ ഇങ്ങനെ എപ്പോഴും ആന്തരത്താലും ബാഹ്യത്താലും അകത്തും പുറത്തും ആ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തിട്ട് നശിക്കപ്പെട്ട പാപത്തോട് കൂടിയവരും, അതുപോലെ ജീവജാലങ്ങളിൽ എപ്പോഴും ദയയും രാഗദ്വേഷാദിമുക്തമായിരിക്കുന്ന ആ ചിത്തവൃത്തിയോടും സാത്വിക സ്വഭാവത്തോടും ഉള്ളവരുമായിട്ടുള്ള സംഗമം ഞങ്ങൾക്കുണ്ടായി വരേണമേ എന്ന് ഇത്രമാത്രമാണ് അടിയങ്ങൾക്ക് അവിടുത്തെ ആ അനുഗ്രഹം വേണ്ടത് എന്നുള്ളത് പറയുകയാണ്. അതിലത്തെ പദങ്ങൾ നോക്കാം. അഥ അതിനാൽ, അനഘാഘ്രേ പാപരഹിതങ്ങളായിരിക്കുന്ന ശ്രീപാദങ്ങളോട് കൂടിയ തവ ഇന്ദിരുവടിയുടെ കീർത്തിതീർത്ഥയോ കീർത്തിയിലും തീർത്ഥത്തിലും അന്തർബഹിസ്നാന വിധൂതപാത്മനാം ആന്തരത്താലും ബാഹ്യത്താലും സ്നാനം ചെയ്ത് നശിപ്പിക്കപ്പെട്ട പാപത്തോടു കൂടിയവരും ഭൂതേഷു ജീവജാലങ്ങളിൽ അനക്രോശ സുസത്വശീലിനാം ദയയും രാഗദ്വേഷാദിമുക്തവും ആയിരിക്കുന്ന ചിത്തവൃത്തിയോടും സാത്വിക സ്വഭാവത്തോടു കൂടിയുള്ളവരുമായ അനക്രോശ സുസത്വശീലിനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയയും രാഗദ്വേഷാദിമുക്തമായിരിക്കുന്ന ചിത്തവൃത്തിയോടും സാത്വിക സ്വഭാവത്തോടു കൂടിയുള്ളവരുമായിട്ടുള്ളവരുടെ സംസർഗം നസ്യാൽ ഞങ്ങൾക്ക് ഉണ്ടായി വരേണമേ, ഞങ്ങൾക്ക് ഉണ്ടായി വരേണമേ. ഏഷ ഇത്രമാത്രമാണ് നഹ അടിയങ്ങൾക്ക് അവിടുത്തെ അനുഗ്രഹമായിട്ട് വേണ്ടതെന്നർത്ഥം. അപ്പോൾ അഥ അതിനാൽ അനഘാഘ്രയെ പാപരഹിതങ്ങളായിരിക്കുന്ന ശ്രീപാദങ്ങളോട് കൂടിയ തവ നിന്തിരുവടിയുടെ കീർത്തിതീർത്ഥയോഹോ കീർത്തിയിലും തീർത്ഥത്തിലും അന്തർബഹിസ്നാന വിധൂതപാത്മനാം ആന്തരത്താലും ബാഹ്യത്താലും സ്നാനം ചെയ്ത് നശിപ്പിക്കപ്പെട്ട ആ പാപത്തോടു കൂടിയവരും ഭൂതേഷു ആ ജീവജാലങ്ങളിൽ അനക്രോശ സുസത്വശീലിനാം ദയയും രാഗദ്വേഷാദിമുക്തവുമായിരിക്കുന്ന ചിത്തവൃത്തിയോടും സാത്വിക സ്വഭാവത്തോടു കൂടിയവും അവരുമായിട്ട് സംസർഗം നസ്യാത് ഞങ്ങൾക്കുണ്ടായി വരേണമേ. ഏഷഹ ഇത് മാത്രമാണ് നഹ അടിയങ്ങൾക്ക് തവ അവിടുത്തെ അനുഗ്രഹം ആയിട്ട് വേണ്ടത്. അപ്പം ഇതിലത്തെ അന്വയം അഥ അനഘാഘ്രേ തവ കീർത്തി തീർത്ഥയോഹോ അന്തർബഹിസ്നാന വിധൂതപാത്മനാ ഭൂതേഷു അനക്രോശസു സത്വശീലിനാം
സംഗമഃ ന സ്യാത് ഏഷഃ നഃ തവ അനുഗ്രഹഃ. ഒന്നും കൂടി പറയാം. അഥ അനഘാഘ്രേ തവ കീർത്തിതീർത്ഥയോ അന്തർബഹിസ്നാനവിധൂതപാപ്മനാം ഭൂതേഷു അനക്രോശസുസത്വശീലിനാം സംഗമഃ ന സ്യാത് ഏഷഃ നഃ തവ അനുഗ്രഹഃ. അതിനാൽ ആ പാപരഹിതങ്ങളായിരിക്കുന്ന ആ ശ്രീപാദങ്ങളോടുകൂടിയ നിന്തിരുവടിയുടെ ആ കീർത്തിയിലും തീർത്ഥത്തിലും ആന്തരത്താലും ബാഹ്യത്താലും സ്നാനം ചെയ്ത് നശിപ്പിക്കപ്പെട്ട പാപത്തോടു കൂടിയവരും ജീവജാലങ്ങളിൽ രാഗദ്വേഷാദിമുക്തമായിരിക്കുന്ന ചിത്തവൃത്തിയോടും ദയയും സാത്വിക സ്വഭാവത്തോടു കൂടിയും ഉള്ളവരായിട്ടുള്ളവരുടെ സംസർഗം ഞങ്ങൾക്കുണ്ടായി വരേണമേ. ഇത്ര മാത്രമാണ് അടിയങ്ങൾക്ക് അവിടുത്തെ അനുഗ്രഹമായിട്ട് വേണ്ടത്. അപ്പോൾ നേട്ടങ്ങൾ, അപ്പോൾ ഈ മനുഷ്യർ കാക്ഷിക്കുന്ന ഭൗതികങ്ങളായിരിക്കുന്ന നേട്ടങ്ങൾ ആ ഭഗവത് ഭക്തന്മാരുടെ സംയോഗത്തോട് ഉപമിക്കേണ്ടതില്ലെന്ന് പറയേണ്ട കാര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് നിർമ്മലമായിരിക്കുന്ന ശ്രീപാദങ്ങളോടുകൂടി അങ്ങയുടെ കീർത്തിയെപ്പറ്റി പുകഴ്ത്തുന്ന ആ അഭ്യന്തര സ്നാനം, കീർത്തിയെപ്പറ്റി വാഴ്ത്തുകയെന്ന ആ അഭ്യന്തര സ്നാനം, ശ്രീപാദങ്ങളിൽ നിന്നുത്ഭവിച്ച ആ ഗംഗാതീർത്ഥത്തിലുള്ള ബാഹ്യസ്നാനം എന്നിവയാൽ ആ സർവ്വപാപങ്ങളും നശിച്ചവരും ഭൂതദേയുള്ളവരും സത്വഗുണപ്രധാനികളുമായിരിക്കുന്ന അങ്ങയുടെ ഭക്തരോട് ഞങ്ങൾക്ക് സംഗമിക്കാൻ അനുഗ്രഹിക്കണമേ. മനസ്സ് മഹാത്മാക്കളുടെ ഭക്തിയോഗത്താൽ അനുഗ്രഹീതമായിട്ട് ബാഹ്യങ്ങളായ കാര്യങ്ങളിൽ ഭ്രമിക്കാതിരിക്കുകയും അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് വിമുക്തമാവുകയും ചെയ്താൽ മനനശീലനായിരിക്കുന്ന ആ പുണ്യാത്മാവിന് അങ്ങയുടെ ഗതിയെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അത് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കണം, ഒന്നും കൂടി നോക്കാം. നിർമ്മലമായിരിക്കുന്ന ശ്രീപാദങ്ങളോടുകൂടിയ അങ്ങയുടെ കീർത്തിയെ പറ്റി വാഴ്ത്തുകയെന്ന ആഭ്യന്തര സ്നാനം, ശ്രീപാദങ്ങളിൽ നിന്നുത്ഭവിച്ച ഗംഗാതീർത്ഥത്തിലുള്ള ബാഹ്യസ്നാനം എന്നിവയാൽ സർവ്വപാപങ്ങളും നശിച്ചവരും ഭൂതദേയുള്ളവരും സത്വഗുണപ്രധാനികളും ആയ അങ്ങയുടെ ഭക്തന്മാരോട് ഞങ്ങൾക്ക് സംഗമിക്കാൻ അനുഗ്രഹിക്കണമേ എന്നുള്ളതാണ് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനാൽ ആ സർവ്വപാപനാശകങ്ങളായിരിക്കുന്ന പാദപത്മങ്ങളോടുകൂടിയ അങ്ങയുടെ ദിവ്യകീർത്തി, പാദതീർത്ഥമായിരിക്കുന്ന ഗംഗ എന്നിവയിൽ അകത്തും പുറത്തുമുള്ള സ്നാനങ്ങളാൽ സർവ്വപാപവിമുക്തരും പ്രാണികളിൽ കരുണയുള്ളവരും രാഗാതിരഹിതരും ആർജവത്തോടു കൂടിയവരുമായിരിക്കുന്ന ഭക്തന്മാരുടെ സംഗമം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. സ്മരിക്കുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കുവാൻ വൈഭവത്തോടു കൂടിയ പാദങ്ങളുള്ള തിന്തിരുവടിയുടെ കീർത്തിയിൽ മനസ്സുകൊണ്ടും പാദസ്പർശനം നിമിത്തമുണ്ടായ തീർത്ഥമായ ഗംഗയിൽ ശരീരം കൊണ്ടും സ്നാനം ചെയ്തുകൊണ്ട് ആ പാപങ്ങൾ മുഴുവനും നശിപ്പിച്ചിരിക്കയാൽ ആ പ്രാണികാരുണ്യത്താലും സൽസ്വഭാവത്താലും ലോകത്തെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭക്തജനങ്ങളുടെ സംസർഗം ഞങ്ങൾക്ക് ലഭിക്കാനായിട്ട് തിന്തിരുവടിയുടെ അനുഗ്രഹം ഞങ്ങളിൽ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. അപ്പം അതിലത്തെ ആ വ്യാഖ്യാനത്തിൽ തവ ഭക്താനാം സംഗമോ അസ്മാകം സ്യ, അങ്ങയുടെ ഭക്തന്മാരുമായിട്ടുള്ള സംഗമം നമ്മൾക്ക് ഉണ്ടാവണം. തവ ഭക്താനാം, അതോ ഹേ ഭഗവാൻ, അതുകൊണ്ട് ഭഗവാൻ തവ ഭക്താനാം സംഗമോ സ്മാകം സ്യ, അതുകൊണ്ട് അങ്ങയുടെ ഭക്തന്മാരുമായിട്ടുള്ള സംഗമം നമ്മൾക്കുണ്ടാകണം. ഏഷ ഏവ, ഇത് മാത്രമാണ് തവ അനുഗ്രഹ, അങ്ങയുടെ അനുഗ്രഹമായിട്ട് നമ്മൾക്ക് വേണ്ടത്. ഏഷ ഏവ തവാനുഗ്രഹ, ഇത് മാത്രമാണ് അങ്ങയുടെ അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് അതോ ഹേ ഭഗവൻ തത്ര ഭക്താനാം സംഗമോസ്മാകം സ്യാത് ഏഷ ഏവ തവ അനുഗ്രഹ, അതാണ് നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.